ഹായ് അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസിയുബൈദ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? റീസമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ തട്ടി തട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നെസ്സി നബീല ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് കഞ്ഞി കുടിക്കാൻ പോകും, പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ നമ്മളെ അടുത്തന്നെ കുറേ മുന്നേ ഉള്ളത് തന്നെയാണ് ഒരു റെസ്റ്റോറൻറ്റ്, അൽ റംല റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിപ്പോൾ ഒന്ന് പുതുക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പഴങ്കഞ്ഞി അങ്ങനെയുള്ള പല ഐറ്റം ഫുഡുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞി ഒന്ന് നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഇക്കും അംസയും ബാപ്പും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ പോകുന്നത്. ഇത് വരുന്നത് ലൊക്കേഷൻ വരുന്നത് റാസൽ കൈമയിലാണ്. റാസൽ കൈമ മേരീസിലാണ് അൽ റംല റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഈ റാസൽ കൈമയിലുള്ളവരൊക്കെ വന്നൊന്ന് പഴങ്കഞ്ഞിയും അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടാ. അടിപൊളിയാണ് കേട്ടോ പഴങ്കഞ്ഞി. എല്ലാവരും ഒന്ന് വന്ന് കുടിച്ച് നോക്കണേ. അങ്ങനെ ഇതാ നമ്മൾ റംലയിൽ എത്തിയിട്ടുണ്ട്. അംസാദ ഇരിക്കണം, ഇക്ക അവിടെ ഉണ്ട്, ബാപ്പു ഉണ്ട്, പിന്നെ അവിടുത്തെ റംലയിലെ സ്റ്റാഫുകളും അവരൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ റംലയിലെ മെയിൻ കുക്ക് എന്ന് പറഞ്ഞത് നൗഫലാണ്. മുന്നേ അവൻ തന്നെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോഴൊക്കെ അവൻ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നൗഫൽ. അപ്പോൾ അവന് ചോറാണ് കഴിക്കുന്നത്. അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ചോറാണ് കഴിക്കുന്നത്, ലഞ്ചായിരുന്നു. അങ്ങനെ നമ്മൾക്കിതാ നമ്മൾ അവിടെ ചെന്ന് ഇരുന്ന് അപ്പോഴേക്കും നമ്മൾക്ക് കഞ്ഞിയൊക്കെ എത്തിയിട്ടുണ്ട്. മഷാല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായി കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കണം വന്നിട്ട് കേട്ടോ. ഇവിടെ ഈ റാസൽ ഗെയിമിലുള്ളവരൊക്കെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ വരികയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ കഞ്ഞിലേക്കുള്ള ഓരോ കറികളും നമ്മൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ, ചമ്മന്തി, ഈ പയറുപ്പേരി, മത്തിക്കറി, പപ്പടം, ഇതൊക്കെ ആയിരുന്നു കഞ്ഞിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഉപ്പേരി ചെറുപയർ ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനും. ഇപ്പോൾ ചെറുപയറാണെങ്കിലും അതുപോലെ ചമ്മന്തി നല്ല ഉള്ളിയും മുളകൊക്കെ അരച്ചിട്ടുള്ളൊരു ചമ്മന്തി ആയിരുന്നേ. അപ്പോൾ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മത്തിക്കറി അടിപൊളി, മത്തി മുളകിട്ടത് കേട്ടോ. നല്ല കുഞ്ഞമത്തി പോലെ ചെറിയ മത്തിയാണ്, കുഞ്ഞമത്തി മുളകിട്ടതുപോലെ അടിപൊളി സൂപ്പറായിരുന്നു മാഷാല്ലാ. അപ്പോൾ ഞാനിതൊന്ന് വെറുതെ പറയല്ല, അപ്പോൾ ഇതൊന്ന് ഇവിടെ വന്നൊന്ന് കഴിച്ച് നോക്കട്ടെ എല്ലാവരും, അപ്പോഴും നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നതുകൊണ്ട് അത്യാവശ്യം ഒരു വിശപ്പിൻ്റെ വിളിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കുടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന്, കാരണം ഞാൻ കുറച്ചൊന്ന് ലേറ്റായി. ഇപ്പോൾ അതാ കുടിക്കണം. അപ്പോൾ കഞ്ഞിയും തന്നെ അടിപൊളി, നല്ലൊരു പഴങ്കഞ്ഞിൻ്റെ നല്ലൊരു ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കറികളെല്ലാം കൂടി അതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ ഉപ്പേരും ചമ്മന്തിയും പപ്പടം ഒരു കഷ്ണം, അതുപോലെ ആ മത്തിക്കറിയും മത്തീൻ്റെ ഒരു ചെറിയൊരു പീസും അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കുമ്പോണ്ടല്ലോ അടിപൊളിയായിരുന്നേ മാഷാല്ലാ. അപ്പോൾ എല്ലാവരും ഒന്ന് പിടിച്ച് നോക്കിട്ടെ ഈ പഴങ്കഞ്ഞി, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഈ റാസൽ ഗെയിമിലുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലുള്ളവർക്ക് പിന്നെ നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ പഴങ്കഞ്ഞി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടല്ലോ അല്ലേ. അപ്പം പഴങ്കഞ്ഞി കുടിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, കുടിച്ചോ എന്നുള്ളത്. കുടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു പഴങ്കഞ്ഞി കേട്ടോ. നമ്മൾ വീട്ടിൽ പണ്ടൊക്കെ പറയും, ഉമ്മാരും അങ്ങനെയൊക്കെ പറയണ കേൾക്കുക, പഴങ്കഞ്ഞി കുടിച്ച് അങ്ങനെ ജീവിച്ച് അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാം. മേരീസിലെ ആ ഒരു ഗാർഡൻ കണ്ടില്ലേ, ഗാർഡൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അൽ റംല. അപ്പം മൊബൈൽ നമ്പറൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഈ റംലിൻ്റെ ബോർഡിലുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചാൽ മതി എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ്, വെള്ളി ശനി ഞായർ അങ്ങനെ 3 ദിവസമാണ് ഇതിൽ പഴങ്കഞ്ഞിയൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചാലും മതി ഏതൊക്കെ ദിവസം എന്തൊക്കെ ഫുഡ് ഉണ്ട്. എന്നിട്ട് റാസൽ ഗെയിമിലുള്ളവർ ഒന്ന് കുടിച്ച് നോക്കട്ടെ. എന്നിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ പോയവർക്ക് നെസ്സി നബീല റിസമ്പോൾക്കും തന്നെ കഞ്ഞി ചോദിച്ചപ്പോൾ അവർ പിന്നെ വേറൊരു ചട്ടിയിൽ അങ്ങനെ കഞ്ഞി തരികയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്നുകൂടി അറിയിക്കണം കേട്ടോ.
അന്ന് പിന്നെ നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ 10 മണി ഒക്കെ കഴിഞ്ഞല്ലേ നമ്മളിത് കുടിക്കുമ്പോൾ. പിന്നെ അന്ന് ലഞ്ചിൻ്റെ ആവശ്യം നമ്മൾക്ക് പിന്നെ വന്നിട്ടില്ലേ. പിന്നെ വൈകുന്നേരം പിന്നെ ഈവനിങ്ങിന് അങ്ങനെ ചായ അങ്ങനെയൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നൈറ്റിലായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ കഞ്ഞി കുടിച്ചാൽ പിന്നെ നമ്മൾക്ക് അന്ന് ലഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മന്തി, ബീഫ്, പൊറോട്ട, ബിരിയാണി ഒക്കെ സൂപ്പർ ടേസ്റ്റ്. ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ അതേ ബിരിയാണി കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. മാഷാ അല്ലാ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. അതുപോലെ തന്നെ മന്തിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ. റാസൽ കൈമെന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റാക്കിന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് എന്നുള്ളതൊന്ന് അറിയാനാണ്. റംല റെസ്റ്റോറൻറ്റ് ആദ്യം പഴയ ആൾക്കാരിരുന്നിപ്പോൾ വേറെ ആൾക്കാർ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ ഈ കഞ്ഞിയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞങ്ങൾ വീണ്ടും കഞ്ഞിയൊക്കെ ഒന്ന് കുടിക്കാൻ പോയത്. നമ്മൾക്കൊന്ന് ടേസ്റ്റ് അറിയാം, നമ്മളൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ക കുറേ ദിവസമായിരുന്നു റംലയിൽ പഴങ്കഞ്ഞി ഉണ്ട് നമ്മൾ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഇപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റിസമോളോട് പഴങ്കഞ്ഞി ഇഷ്ടമായോ, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റിസമോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി പഴങ്കഞ്ഞി, അങ്ങനെയൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.